സർക്കാരിന്റെ സ്വത്തല്ലല്ലോ, അവിടെ കാണിക്കയായി കൊടുക്കുന്നതാണല്ലോ, ഭക്തന്മാർ അവിടെ സമർപ്പിക്കുന്നതാണല്ലോ. അല്ല ദേവസ്വം ബോർഡ് പണമെടുത്ത് ഉണ്ടാക്കിയതല്ലോ, ഭക്തന്മാർ സമർപ്പിക്കുന്ന കാര്യമല്ലേ. അത് സംരക്ഷിക്കാൻ ഈ സർക്കാരിനും ഈ ദേവസ്വം ബോർഡിനും ബാധ്യതയില്ലേ? എന്നിട്ട് ഇല്ലാത്ത കള്ളം പ്രചരിപ്പിക്കുകയാണ്. ഉദാഹരണമായിട്ട് ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഇത് കൊടുത്തുവിട്ടില്ല എന്നൊരു വാദം ഉന്നയിക്കുന്നു. അയാൾ ഇപ്പൊ ദേവസ്വം ബോർഡ് മന്ത്രിയുടെ പ്രസ്താവന ഞാൻ കണ്ടു. അയാൾ എവിടുന്ന് വന്നു? ദേവസ്വം ബോർഡിന് അറിയില്ലേ അയാളെ? ദേവസ്വം ബോർഡ് മന്ത്രിക്ക് അയാളെ അറിയില്ലേ? അയാൾ എങ്ങനെ വന്നു എന്നറിയില്ലേ? അയാൾ ആരാണ് കൊണ്ടുവന്നറിയില്ലേ? അയാളെ ബാക്ക് ഹിസ്റ്ററി എന്താണ് ഇവർക്കറിയില്ലേ? ഇതെല്ലാം എല്ലാവർക്കും അറിയാം. എന്നിട്ട് വിവാദമായപ്പോൾ കൈമലർത്തുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ദേവസ്വം ബോർഡും സർക്കാരും ഇനി എന്തെല്ലാം അവിടുന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ടാകും. ഹൈക്കോടതി ഇത് സംബന്ധിച്ച് ഇറക്കിയിട്ടുള്ള ഉത്തരവ് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടുത്തെ സ്വത്തുവകകളുടെ കണക്കെടുപ്പ് അടിയന്തരമായിട്ട് വേണം. എന്തെല്ലാം സ്വത്തുക്കളാണ്, എന്തെല്ലാം സ്വർണ്ണ വസ്തുക്കളാണ് ദേവസ്വം ബോർഡ് കാർമ്മികത്വത്തിൽ ശബരിമലയിൽ നിന്ന് അടിച്ചോണ്ട് പോയത് എന്നുള്ളത് സംശയകരമാണ്. വലിയ സംശയമുണ്ട്. ആ സംശയം ദൂരീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇപ്പം നടത്തിയിരിക്കുന്ന ഇടപെടലുകൾ സ്വാഗതാർഹമാണ്. പക്ഷേ ഹൈക്കോടതിയുടെ സമ്പൂർണമായിട്ടുള്ള നിരീക്ഷണത്തിൽ ശബരിമലയുടെ വസ്തുവകളെ സംബന്ധിച്ചുള്ള കണക്കെടുപ്പുണ്ടാകണം. കഴിഞ്ഞ 10 വർഷമായി ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിൽ ശബരിമല നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വെട്ടിപ്പുകളെക്കുറിച്ചും അന്വേഷിക്കണം. അതുകൊണ്ടാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെടുന്നത്. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടാൻ തയ്യാറാകണം. ഈ കാര്യത്തിൽ ഇനിയും മൗനം അവലംബിച്ചു കഴിഞ്ഞാൽ വിശ്വാസികളോടൊപ്പം നിന്നുകൊണ്ട് ശബരിമലയുടെ സ്വത്തുവകകൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ദേവസ്വം ബോർഡിനും അതിന് കൂട്ടുനിൽക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരായി അയ്യപ്പ വിശ്വാസികളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കും. തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ പറയുന്നത് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് അന്വേഷിക്കുന്നു എന്നുള്ള കുറെ ദിവസമായി നാം കേൾക്കുന്നത്. ഇതിൽ ദേവസ്വം ബോർഡിന്റെ വിജിലൻസിന് പരിമിതികളുണ്ട്. ഒന്ന്, ദേവസ്വം ബോർഡിന്റെ വിജിലൻസിനെ നിയന്ത്രിക്കുന്നത് ദേവസ്വം ബോർഡാണ്, അല്ലാതെ വേറെ ഏജൻസിയിലല്ലോ. ദേവസ്വം ബോർഡാണ് ഇത് പ്രതിപട്ടികയിലുള്ളത്. പ്രതിക്കൂട്ടിൽ ദേവസ്വം ബോർഡാണുള്ളത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മന്ത്രിയുമാണ് 1ഉം 2ഉം പ്രതികൾ. അത് പിന്നെ ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചിട്ടുള്ള കാര്യം. അതുകൊണ്ട് സത്യാവസ്ഥ പുറത്തു വരണം. ദേവസ്വം ബോർഡ് ഉത്തരവ് ഇറക്കിയിരുന്നില്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂരി ഇത് ഏൽപ്പിക്കാനെന്നാണ് പറഞ്ഞത്. ഉത്തരവ് ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ആദ്യം മുതലേ പറഞ്ഞിട്ടുള്ള മുഴുവൻ കള്ളമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മന്ത്രിയും കേരളത്തിലെ പൊതുജനങ്ങളോട് പറഞ്ഞ മുഴുവൻ ന്യായങ്ങളും പച്ചക്കള്ളമാണ്. ഇത് പിടിക്കപ്പെട്ടു പോയ കൈമർത്തുകയാണ്. ഇത് പുറത്തു വന്ന് പിടിക്കപ്പെട്ടു പോയപ്പോ അതിന്റെ ജാല തീർക്കാൻ വേണ്ടി കൈമർത്തുകയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മന്ത്രിയും അറിയാതെ ഒന്നും നടക്കില്ല. 1 ഇഞ്ച് സ്വർണം അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ദേവസ്വം ബോർഡ് പ്രസിഡന്റും മന്ത്രിയുമാണ്. പിന്നെ ഞങ്ങൾ അറിയില്ല എന്ന് പറയുന്നത് യഥാർത്ഥമുള്ളത്. അത് പച്ചക്കള്ളമാണ്. അതിപ്പോ കള്ളമാണെന്ന് ഇപ്പൊ ഒരു കള്ളം ബോധ്യപ്പെടും. ഇങ്ങനെ ഒരുപാട് കള്ളങ്ങൾ ഇനിയും ബോധ്യപ്പെടും. ഇനി ഈ മന്ത്രിയും ഈ പോറ്റികളും തമ്മിലുള്ള ബന്ധമൊക്കെ ഇനി പുറത്തു വരേണ്ടതായിട്ടുണ്ട്. CPM തമ്മിലുള്ള ബന്ധം പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അതെല്ലാം അന്വേഷണത്തിലൂടെയാണ് പുറത്തു വരേണ്ടത്. അങ്ങനെയല്ലല്ലോ, അവർക്കറിയാമല്ലോ. അവരന്വേഷിച്ച് കണ്ടുപിടിച്ചതല്ലോ ഇത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റോ ദേവസ്വം ബോർഡ് മന്ത്രിയോ അന്വേഷിച്ച് കണ്ടുപിടിച്ചതല്ലോ. അതല്ലാതെ പുറത്തു വന്ന കാര്യമല്ലേ. അപ്പൊ ഈ കളവിന് അവർ കൂട്ടുന്നില്ലല്ലേ? അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും അന്നത്തെ ഗൂഢാലോചന പങ്കാളികളാണെങ്കിൽ ഇന്നത്തെ ആളുകളും പങ്കാളികളാണ്. ഇവരെല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇവരറിയാതെ ഒന്നുമല്ല. ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണുള്ളത്. ഞങ്ങൾ വിവാദം ഉണ്ടാക്കിയില്ലല്ലോ. അത് അവരോട് ചോദിക്കണം, മുഖ്യമന്ത്രിയോട് ചോദിക്കണം. അദ്ദേഹമാണല്ലോ വിവാദം ഉണ്ടാക്കി, ഞങ്ങളല്ലല്ലോ. എന്താ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം മുഖ്യമന്ത്രിക്ക് ഒരു അയ്യപ്പനിൽ വല്ലാത്ത വിശ്വാസം? അത് ചോദിക്കും നിങ്ങൾ. ഞങ്ങൾക്ക് എല്ലാ ദിവസവും വിശ്വാസമുണ്ട്. മുഖ്യമന്ത്രിക്ക് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത കാലം വരുമ്പോൾ പലതിനോടും വിശ്വാസം കൂടുകയാണ്. ഓക്കെ, ശരി, അപ്പം സന്തോഷം.